ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം ബാല്യകാലം തൊട്ട് കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ മുഴുവൻ ബിംബത്തെയാണ് ആരാധിക്കുന്നത്. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷനെ കുറിച്ച് പഠിക്കുന്ന ആർക്കിയോളജി പണ്ഡിതന്മാർ പറയുന്നുണ്ട്, അവിടെയുള്ള ഒരു ഊർപട്ടണം. ഈ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ എന്ന് പറഞ്ഞാൽ മുഴുവൻ വിഗ്രഹാരാധനയാണ്, പ്രകൃതി ശക്തികളെ ആരാധിക്കുന്നവരാണ് മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷന്റെ രാജാക്കന്മാരും ജനങ്ങളും മുഴുവൻ. ഇതിൽപ്പെട്ട ഊർപട്ടണത്തിലേക്കാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുന്നത്. അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് കാറ്റിനെ ആരാധിക്കുന്നവർ, സൂര്യനെ ആരാധിക്കുന്നവർ, ചന്ദ്രനെ ആരാധിക്കുന്നവർ, മണ്ണിനെ ആരാധിക്കുന്നവർ, കല്ലിനെ ആരാധിക്കുന്നവർ, എല്ലാറ്റിനെയും ആരാധിക്കുന്നവർ, ബിംബങ്ങളെ ആരാധിക്കുന്നവർ, എണ്ണിയാലൊടുങ്ങാത്ത ബിംബത്തെ പ്രതിഷ്ഠിച്ച് അതിന്റെ മുന്നിൽ തലകുലിക്കുന്നവർ. ഇതാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം സദാ കണ്ടുകൊണ്ടിരുന്നത്. വീട്ടിലെത്തുമ്പോൾ ഇബ്രാഹിം നബി കാണുന്നത് ആളുകൾക്ക് ആരാധിക്കാനുള്ള ബിംബത്തെ സ്വന്തം കൈകൊണ്ട് ശരിപ്പെടുത്തി അതിന് കണ്ണുണ്ടാക്കി കൊടുത്ത്, മൂക്കുണ്ടാക്കി കൊടുത്ത്, ചെവി ഉണ്ടാക്കി കൊടുത്ത്, വായ ഉണ്ടാക്കി കൊടുത്ത്, കൈ ഉണ്ടാക്കി കൊടുത്ത്, കാലുണ്ടാക്കി കൊടുത്ത് അതിനെ വെയിലത്ത് ഉണക്കാൻ വെക്കുന്ന സ്വന്തം പിതാവിനെയാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാണുന്നത്. ഇബ്രാഹിം എന്ന കുഞ്ഞുബാലൻ, 11-12 വയസ്സുള്ള ആ കുഞ്ഞുബാലൻ ആലോചിച്ചു, എന്താണിത്? എന്റെ ഉപ്പയുണ്ടാക്കിയ, എന്റെ പിതാവുണ്ടാക്കിയ ബിംബത്തിനെയാണല്ലോ ഈ നാട്ടുകാർ ആരാധിക്കുന്നത്. ഇതിനെന്താണ് കഴിയുക? കൂടുതൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയത് ഏതൊരു പിതാവാണോ ഈ ബിംബത്തെ ഉണ്ടാക്കിയത്, ഏതൊരു പിതാവാണോ ഇതിന്റെ നിർമ്മാണം നടത്തിയത്, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിലുള്ള സംഘർഷമതായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രയാസമതായിരുന്നു. എന്താണ് ഞാൻ ഈ കാണുന്നത്? അങ്ങനെയാണ് തന്റെ 20-ാമത്തെ വയസ്സിൽ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, തന്റെ 20-ാമത്തെ വയസ്സിൽ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പിതാവിനോട് കൃത്യമായി പറയുന്നത്. പരിശുദ്ധ ഖുർആൻ നമുക്ക് വിവരിച്ചു തരുന്ന അല്ലാഹു പറയാൻ, യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നീ അൻക ശൈആ വഖാ. എന്തിനാണ് കാണാനും കേൾക്കാനും കഴിയാത്ത, ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ സാധിക്കാത്ത ഈ ബിംബത്തിനെ താങ്കൾ ആരാധിക്കുന്നത്? യാ അബതന്റെ വാപ്പ, ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽം, എനിക്ക് ചില അറിവുകൾ വന്നെത്തിയിട്ടുണ്ട്, എനിക്ക് ചില വിവരങ്ങൾ വന്നെത്തിയിട്ടുണ്ട്. മാലം തങ്ങൾക്ക് വന്നെത്തിയിട്ടില്ല, അങ്ങേക്ക് അത് കിട്ടിയിട്ടില്ല. ഫത്തബഅനി, അതുകൊണ്ട് എന്നെ പിൻപറ്റുക, എന്റെ ഉപ്പ ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുക, എന്റെ വഴിയിലേക്ക് നിങ്ങൾ വരിക. അഹ്ദിക സിറാതൻ സവിയ്യാ, നേരായ ചൊവ്വായ സുന്ദരമായ പാത ഉപ്പ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യാ അബതല്ലയോ ഉപ്പ, എത്ര സ്നേഹത്തോടെയാണ് ഇബ്രാഹിം വിളിക്കുന്നത്. യാ അബതല്ലയോ ഉപ്പ, ലാ തഅബുദി ശൈത്താൻ, ശൈത്താനെ നിങ്ങൾ ആരാധിക്കരുത്. ബിംബാരാധന എന്ന് പറഞ്ഞാൽ പിശാചിനെ ആരാധിക്കലാണ്, ശൈത്താനെ ആരാധിക്കലാണ്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയാ, പിശാച് റഹ്മാനായ റബ്ബിനെ റബ്ബിനോട് അനുസരണക്കേട് കാണിച്ചവനാണ്, ധിക്കാരം കാണിച്ചവനാണ്. യാ അബതന്റെ വാപ്പ, ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാൻ, പരമകാരുണികനായ റബ്ബിൽ നിന്ന് നിങ്ങൾക്ക് വേദനാജനക